ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കുറച്ച് നാളായില്ല നമ്മൾ ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഫുഡ് റെസിപ്പി ആയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മാതാവിൻ്റെ വണക്കമാസമായിരുന്നല്ലോ. അപ്പം വണക്കമാസം തീരുമ്പം യൂഷ്വലി ഞങ്ങളുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ലെങ്കിൽ ചില പള്ളികളിലൊക്കെ കാണുന്ന നേർച്ചയായിട്ട് നമ്മൾ പാച്ചോറ് നേർച്ച എന്നൊക്കെ പറയുന്നത്, പാച്ചോറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിലിവിടെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ പാച്ചോറ്. അപ്പം മാതാവിന് വണക്കമാസം തിരുനാൾ മെയ് 31. അപ്പോൾ ഈ പ്രാവശ്യവും ഞങ്ങൾ ഉണ്ടാക്കിയപ്പം എല്ലാ പ്രാവശ്യം തന്നെ ഹസ്ബൻഡാണ് ഉണ്ടാക്കാറ്. ഇന്നപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാച്ചോറ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളോർക്കും പാച്ചോറിൻ്റെ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോണത്, ഇത് ട്രാവൽ വ്ളോഗ് പോലെയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഞാനിത് കാണിക്കുന്നതിന് കാരണം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെഷർ റോക്സിൽ വീണ്ടും പോയായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം ആകാശത്തൊട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ചെറിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പോകണം താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ കയറുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മാത്രം ഞാൻ ആ ഏരിയ ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമേ തന്നെ പാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശർക്കര നന്നായിട്ട് ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല, ചില ശർക്കര നല്ലതാണ്, പക്ഷേ നമ്മളൊന്നുകൂടി അരിച്ചെടുക്കുന്നതായിരിക്കുമല്ലോ നമുക്ക് നല്ലത്. അതുകൊണ്ട് കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ച് നമ്മളത് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിനെ പിന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അരിയായിട്ട് ഞാൻ 1 ഗ്ലാസ് ബസുമതി റൈസ് ഇട്ടു, അതുപോലെ കുത്തരി ആട്ടോ പിന്നെ ഇട്ടേക്കുന്ന ഒരു 1/2 ഗ്ലാസോളം കുത്തരി ഇട്ടിട്ടുണ്ട്. കാരണം സാധാരണ എല്ലായിടത്തും പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കിയാലും മതി. ബട്ട് ഇവിടെ ഞാൻ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ചേട്ടനത്ര ആർക്കും താല്പര്യമില്ല, ചിലപ്പം വയറിന് സുഖമില്ലാതെ വന്നാലോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ബസുമതി റൈസും കുത്തരിയും കൂടി ഇട്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഞാനിപ്പം അരിയെല്ലാം കഴുകി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കുതിർന്നെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ചോറ് വേവിച്ചെടുത്തു കേട്ടോ. ഞാൻ കുക്കറിൽ ഓരോ ബിസിൽ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചാണ് കേട്ടോ. എൻ്റെ പാച്ചാറ് കൊണ്ട് വെന്ത് പോയാലും കുഴപ്പമില്ല. ഞാനിപ്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താണിത്. വെന്ത് ഊറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ കറക്റ്റ് വെള്ളത്തിലാണ് വെന്തതെങ്കിൽ അതിനുശേഷം ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചോറ് വീണ്ടും ആ ശർക്കരയെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേകാൻ, അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ ആക്കുവാണ്. അപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ച് അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര ഇടേണ്ട വന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് പിന്നെ കുറച്ചൊരു ഉപ്പ്, അത് മധുരം ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങയാണ് കൂടുതൽ ടേസ്റ്റാണ്. ഞാനിവിടെ ഫ്രഷ് ഇല്ലായിരുന്നു, ഡ്രൈ തേങ്ങയാണ്. അപ്പോൾ അതൊരു കുറേ ഇട്ട് കൊടുത്തു. അതുമില്ലാട്ട് പിന്നെ ജീരകമല്ല, ഏലക്കായും ചുക്കുണ്ടെങ്കിൽ ചുക്ക് കൂടാം കേട്ടോ. ഏലക്കാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായി. എനിവേ അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യിൽ നമ്മുടെ കിസ്മിസും അതായത് കാശുവനട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പാച്ചോറിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം നോക്കിക്ക് നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡിയായി. ടേസ്റ്റും അതിഗംഭീരമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പാച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും വേറെ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.